സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ഹാർഡ് സ്കിൽസ്. നമ്മൾ ഈ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഓരോ ഡോക്യുമെൻറ്റുകളുടെ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി എന്നൊക്കെ. അതുപോലെ തന്നെയാണ് സോഫ്റ്റ് വാല്യൂസും ഹാർഡ് വാല്യൂസും. ഹാർഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന ടൈപ്പ് വാല്യൂസാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വിവാഹ ആലോചന നടക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലൊരു എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവുകയാണ്. ഉദാഹരണത്തിന് ഒരു ബിസിനസ് റിലേഷൻ ഉണ്ടാവുകയാണ്, പരിചയപ്പെടുകയാണ്. ഇങ്ങനെ പല സമയങ്ങളിലും നമ്മൾ അവരുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും, അല്ലേ? അപ്പോൾ അവർ പറയുന്നതെല്ലാം പൊതുവെ ഹാർഡ് വാല്യൂസിൽ പെട്ടതായിരിക്കും. നമ്മളൊരു റെസ്യൂമെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെഴുതുന്നത് കൂടുതലും ഹാർഡ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ എന്തായി ഹാർഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നത്? നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റുകളുണ്ട്, നിങ്ങൾക്ക് എത്ര ഭാഷ സംസാരിക്കാൻ അറിയാം, നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസുകളുണ്ട്, ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്. ഇങ്ങനെ നമുക്കിങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന സാധനങ്ങൾ. അവിടെ നമുക്ക് ഹാർഡ് വാല്യൂസും സോഫ്റ്റ് വാല്യൂസും വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു ഹാർഡ് വാല്യൂ ആണ്. നിങ്ങൾക്ക് എത്ര ഭാഷ അറിയാം എന്നുള്ളതൊക്കെ ഒരു ഹാർഡ് വാല്യൂ ആണ്. പക്ഷേ നിങ്ങളൊരു ജോലി സ്ഥലത്ത് കയറുകയാണ്. അവിടെയുള്ള ആളുകളുടെ കൂടെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള കഴിവ്, മറ്റുള്ള ആളുകളുടെ കൂടെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള കഴിവ്, ഇതിന് വല്ല സർട്ടിഫിക്കറ്റും ഉണ്ടാവും? ആ കഴിവ് അളന്ന് നോക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ് പേപ്പർ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതിൻ്റെ PhD വല്ലതും നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റുമോ? ഇല്ല. മറ്റുള്ളവരുടെ കൂടെ എത്ര ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും, നിങ്ങളുടെ ഡിസ്ട്രസ് ടോളറൻസ് എത്രയാണ്, അതായത് ജോലി സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുവാനുള്ള എബിലിറ്റി എത്രയാണ്. ഇതെങ്ങനെ അറിയാം നിങ്ങളുടെ ഡിസ്ട്രസ് ടോളറൻസ് എത്രയാണെന്നുള്ളത്? നിങ്ങളുടെ ക്ഷമ എത്രയാണ്? നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് അവരുടെ ഹൃദയം കീഴടക്കുവാനുള്ള കഴിവ് എത്രയുണ്ട്? മറ്റുള്ളവരെ മുഷിപ്പിക്കാതെ സംസാരിക്കുവാനുള്ള കഴിവുണ്ടോ? നിങ്ങൾ എത്രത്തോളം ഒരു ടീം വർക്കിന് സ്യൂട്ടായിട്ടുള്ള ആളാണ്? നിങ്ങളെ എത്ര വിശ്വസിക്കാം? ട്രസ്റ്റ് ചെയ്യാം? നിങ്ങൾ വാക്ക് പാലിക്കുന്ന വ്യക്തിയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അമൂർത്ത ഗുണങ്ങളാണിത്. ആ വാക്ക് വളരെ മനോഹരമല്ലേ, അമൂർത്ത ഗുണങ്ങൾ. ഇവയെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇതൊരു സർട്ടിഫിക്കറ്റിൽ ഇത്ര മാർക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി വയ്ക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനമല്ല ഇത്. ഇവയെ നമ്മൾ സോഫ്റ്റ് വാല്യൂസ് എന്ന് പറയും. നമ്മൾക്ക് കൃത്യമായി നിർവചിക്കാൻ പറ്റാത്ത, എന്നാൽ ഏതൊരു ഫീൽഡിലും വളരെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് നമ്മൾ അക്കാഡമിക്കിൽ നിന്ന് ഉണ്ടാക്കില്ല, സർട്ടിഫിക്കറ്റുകളൊന്നും ഉണ്ടാക്കില്ല. ഇത് നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കേണ്ട സാധനമാണ്. ഒരു ഡോക്ടർ, എന്നാൽ പൊതുവെ നാട്ടുകാരെല്ലാവരും ഒരു നല്ല ഡോക്ടർ കേട്ടോ, നല്ല ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ, ഈ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ഡിഗ്രി എവിടെ നിന്ന് കിട്ടിയതാണ്? എല്ലാവരുടെ വായിന്ന് ആ വാക്ക് വരുന്നു, അതേ ഒരു നല്ല ഡോക്ടറാണ് എന്ന്. അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? എന്താ ഈ ഡോക്ടറും നല്ല ഡോക്ടറും തമ്മിൽ വ്യത്യാസം? രണ്ടുപേരെടുത്ത് MBBS വല്ല വ്യത്യാസം ഉണ്ടാവും, MD വല്ല വ്യത്യാസം ഉണ്ടാവും. പുള്ളിയുടെ സർട്ടിഫിക്കറ്റുകൾക്ക് കുറച്ച് വണ്ണോ വീതിയോ നീളോ കൂടുതലുള്ളതാണോ? അല്ല. ഹാർഡ് വാല്യൂസ് കൊണ്ട് എല്ലാവർക്കും ഡോക്ടറാവാൻ പറ്റും, പഠിച്ച് ഡോക്ടറാവാൻ പറ്റും, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഡോക്ടറാവാൻ പറ്റും. പക്ഷേ സോഫ്റ്റ് വാല്യൂസ് കൂടെ ആഡ് ആകുമ്പോഴാണ് ഒരു നല്ല ഡോക്ടറാവുക. പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്നിടത്തും, ക്ഷമയോടെ അസുഖങ്ങളെ നിരീക്ഷണം ചെയ്യുന്നിടത്തും, പേഷ്യൻസിൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധങ്ങളെക്കുറിച്ചും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെയുള്ള ബോധത്തോടുകൂടെ മരുന്നുകൾ കൊടുക്കുന്നവർക്കും ഒക്കെ കിട്ടുന്നൊരു പേരാണ് നല്ല ഡോക്ടർ. ഏത് ഫീൽഡിലാണെങ്കിലും അങ്ങനെ ഒരു വാക്ക് കിട്ടും നമുക്ക്. നമ്മുടെ കൂടെ ഒരു നല്ല എന്ന് പറഞ്ഞൊരു സാധനം ചേർത്ത് പറയും. അത് ആ വ്യക്തിയുടെ സോഫ്റ്റ് വാല്യൂസ് ഉള്ളതുകൊണ്ടാണ്. സോ ഹാർഡ് വാല്യൂ നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഉണ്ടാക്കി തരും. സോഫ്റ്റ് വാല്യൂ നിങ്ങളെ ആ പൊസിഷനിൽ
ഷൈൻ ചെയ്യിപ്പിക്കും. മനസ്സിലാവുണ്ടോ വ്യത്യാസം? ഉദാഹരണത്തിന് ഒരു ഹാർഡ് വാല്യൂ, അതായത് ഒരു MBBS നല്ല ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായി എങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറാവും. നിങ്ങൾ LLB നന്നായി പാസ്സായെങ്കിൽ നിങ്ങൾ വക്കീലാവും. നിങ്ങൾ ഏതൊരു കാര്യവും, നിങ്ങളുടെ ഇപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു കാര്യം എടുത്താലും അങ്ങനെ തന്നെ. ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ കറക്റ്റായി പറഞ്ഞു, നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, വീട് കാണൽ, ജാതകം നോക്കൽ, എന്തൊക്കെ ചടങ്ങുണ്ടോ ഇത് സകലതും ചെയ്ത് നല്ലൊരു വിവാഹം സെറ്റാവും. ഒരു ബിസിനസ് പാർട്ട്ണറെ കണ്ടുപിടിച്ച് എന്തൊക്കെ ടാക്ടിക്സും എന്തൊക്കെ ടെക്നോളജീസും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടോ, എന്തൊക്കെ നിയമങ്ങൾ പറയാനുണ്ടോ അതൊക്കെ പറയുന്നു. അത്തരത്തിൽ സെറ്റാവും. സെറ്റാക്കിയെടുക്കാൻ ഓക്കെ ആയിരിക്കും. നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഉണ്ടാക്കിയെടുക്കാൻ ഹാർഡ് വാല്യൂസ് വേണം. ഒരു ജോബ് ഉണ്ടാക്കിയെടുക്കാൻ ഹാർഡ് വാല്യൂസ് വേണം. മീൻസ് ഈ എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന കഴിവുകൾ വേണം. ബട്ട് പിന്നീട് നിങ്ങൾ ആ ജോബിൽ ഷൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ജോബിൽ ഒന്നിനും ആർക്കും വേണ്ടാത്ത ഒരാളായി മാറുന്നതോ നിങ്ങളുടെ സോഫ്റ്റ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അവിടെയാണ് പോയിൻ്റ് കിടക്കുന്നത്. അതായത് നിങ്ങളൊരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കരിയറിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പിന്നെ ആരും നിങ്ങളോട് ആ സ്ഥാനത്ത് കയറിയിരുന്ന ശേഷം, നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു രോഗിയും നിങ്ങളുടെ MBBS സർട്ടിഫിക്കറ്റ് കാണിച്ചതാ എന്ന് ചോദിക്കാറില്ല. അതൊന്നും ആർക്കും ആവശ്യമില്ല. പിന്നീട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോട് കൂടെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടാവുക എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അതാരും ചോദിക്കാറില്ല. പിന്നീട് ആ സർട്ടിഫിക്കറ്റിന് അവിടെ വിലയില്ല. പിന്നീട് ആ വ്യക്തി രോഗികളോട് ഇടപഴകുന്ന രീതികൾ, ഫലപ്രദമായ പരിചരണങ്ങൾ, ഫലപ്രദമായ മരുന്നുകൾ, ഇതൊക്കെ നൽകുന്നിടത്തുള്ള ആ സ്വതസിദ്ധമായൊരു ശൈലിയുണ്ടല്ലോ, ശൈലി എന്ന് പറയാം നമുക്കതിനെ വേണമെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത്. ഈ ശൈലി എവിടുന്നാണ് പഠിക്കുക? അത് സോഫ്റ്റ് വാല്യൂ ആണ്. അത് നമ്മളെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കില്ല, ഒരു അക്കാഡമിയിൽ നിന്നും പഠിപ്പിക്കില്ല. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഏത് ഫീൽഡിലും നമുക്ക് ആ ഒരു വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകാൻ നിങ്ങൾ ലോകത്തിലുള്ള സകല ബിസിനസ് സിദ്ധാന്തങ്ങളും പഠിച്ചാൽ പോരാ. അതിൻ്റെ കൂടെ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്വഭാവങ്ങൾ കൂടെ പഠിക്കണം. കാരണം മനുഷ്യരുടെ കൂടെ അല്ലേ ബിസിനസ് ചെയ്യുന്നത്. മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കണം. ഇതിനെയാണ് നമ്മൾ സോഫ്റ്റ് വാല്യൂസ് എന്ന് പറയുക.